أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم ذلك بأن الذين كفروا اتبعوا الباطل وأن الذين آمنوا اتبعوا الحق من ربهم كذلك يضرب الله للناس أمثالهم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. സർവേശ്വരനായ സ്രഷ്ടാവിൽ നിന്നുള്ള അല്ലാഹുവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ. മതേതര ഭാരതത്തിലെ മുസ്ലിങ്ങളുടെ അവകാശങ്ങളെയും ബാധ്യതകളെയും സംബന്ധിച്ച് സംസാരിക്കാനാണ് സംഘാടകർ എന്നോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഭാരതത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷം മുസ്ലിങ്ങളാണ്. ജനസംഖ്യയിൽ 15 കോടിയോളം മുസ്ലിങ്ങളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഇന്തോനേഷ്യയെക്കാളും പാകിസ്ഥാനേക്കാളും ബംഗ്ലാദേശിനേക്കാളും ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ളത് ഭാരതത്തിലാണ്. ലോക മുസ്ലിങ്ങളുടെ കണക്കെടുത്താൽ 2ാം സ്ഥാനം ഭാരതത്തിനാണ്. എന്നാൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിൻ്റെയും 2000-ഓളം മുസ്ലിങ്ങളെ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ കശാപ്പ് ചെയ്തതിൻ്റെയും പശ്ചാത്തലത്തിൽ ഭാരതത്തിലെ മുസ്ലിങ്ങളുടെ ജീവനും സമ്പത്തിനും സംരക്ഷണമില്ല എന്നും അവർക്കിവിടെ മതസ്വാതന്ത്ര്യമില്ല എന്നും ചില പ്രസ്ഥാനങ്ങൾ വ്യക്തമായ ഗൂഢലക്ഷ്യത്തോടുകൂടി പ്രചരണം നടത്തുന്ന പശ്ചാത്തലത്തിൽ മതേതര ഭാരതത്തിലെ മുസ്ലിങ്ങളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം. ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മനുഷ്യ സമത്വത്തിൻ്റെയും ഈറ്റില്ലമെന്ന് അവകാശപ്പെടുന്ന ഫ്രാൻസിലും ജർമ്മനിയിലും ഇറ്റലിയിലും ഡെൻമാർക്കിലും സ്വിറ്റ്സർലൻഡിലുമെല്ലാം ഇസ്ലാമിക വേഷങ്ങൾ നിരോധിക്കുകയും മസ്ജിദുകളുടെ നിർമ്മാണങ്ങൾ പോലും തടയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭാരതത്തിലെ മുസ്ലിങ്ങൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇത്തരം നിരോധം ഭാരതത്തിൽ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ പാർട്ടി സ്വപ്നത്തിൽ പോലും ചിന്തിക്കുകയില്ല. ഇനി മുസ്ലിങ്ങളെ വെറുക്കുന്ന എതിർക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം അത്തരത്തിലുള്ള നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചാലും അത് പാസ്സാകണമെന്നില്ല. ഇനി പാസ്സായാൽ തന്നെ ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളായ മതേതരത്വത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വിരുദ്ധമാണെന്ന നിലയിൽ സുപ്രീം കോടതിയും ഹൈക്കോടതികളും ആ നിയമങ്ങൾ ദുർബലപ്പെടുത്തുകയും ചെയ്യും. ഖുർആനിക പ്രവാചക വചനങ്ങളെ വ്യാഖ്യാനിക്കുന്ന പ്രശസ്തമായ ചില സ്ഥാപനങ്ങൾ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം മധ്യേഷ്യയിൽ അടച്ചുപൂട്ടിയത് എനിക്ക് വ്യക്തിപരമായി അറിയാം. അത്തരത്തിലുള്ളൊരു നിർദ്ദേശം ഭാരത ഗവൺമെന്റിനോട് നൽകുവാൻ അമേരിക്ക ധൈര്യപ്പെടുകയില്ല. ഇനി അങ്ങനെ നൽകുകയും ഭരിക്കുന്ന ഗവൺമെന്റ് അത് അംഗീകരിക്കുകയും ചെയ്താൽ മുസ്ലിങ്ങൾക്കത് കോടതിയെ സമീപിച്ചുകൊണ്ട് ദുർബലപ്പെടുത്തുവാനും കഴിയും. ഇത്രയേറെ മുസ്ലിങ്ങൾക്ക് അവകാശങ്ങൾ നൽകുന്ന ഭാരതത്തിലെ മുസ്ലിങ്ങൾക്ക് അവകാശങ്ങളില്ല, സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നവരാണ് സത്യത്തിന് നേരെ മുഖം തിരിക്കുന്നവർ. മഹാത്മാഗാന്ധിജി എഴുതി, ഞാൻ സങ്കല്പിക്കുന്ന സ്വപ്നം കാണുന്ന ഭാരതം ഹിന്ദുക്കളെ കൊണ്ട് മാത്രം നിറഞ്ഞ ഭാരതമല്ല, ഹിന്ദുക്കളോടൊപ്പം സിഖുകാരും ജൈനമതക്കാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭാരതത്തെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്, സങ്കല്പിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഭരണഘടനയുടെ ശില്പികൾ ഭരണഘടനയ്ക്ക് രൂപം നൽകുമ്പോഴും ഗാന്ധിജിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ
പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ സ്വഭാവം എന്തായിരിക്കണം, ജനങ്ങളുടെ അവകാശങ്ങൾ എന്തായിരിക്കണമെന്ന് നിർവചിക്കുന്ന ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആമുഖമായ പ്രിയാമ്പിളിൽ റിപ്പബ്ലിക്, സോവറിൻ, ഡെമോക്രാറ്റിക്, സോഷ്യലിസ്റ്റ് എന്നീ പദങ്ങളോടൊപ്പം തന്നെ സെക്യുലർ, മതേതരത്വം എന്ന പദം കൂടി ചേർത്തിട്ടുണ്ട്. മതേതരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രം ഒരു പ്രത്യേക മതത്തെ പ്രോത്സാഹിപ്പിക്കുകയോ മറ്റൊരു മതത്തെ എതിർക്കുകയോ ചെയ്യില്ല എന്നും രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾ ഒരു മതത്തിൻ്റെതായ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നുമാണ്. ഈ ഭരണഘടനയുടെ പ്രിയാമ്പിളിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മറ്റു ചട്ടങ്ങളിലും പ്രതിഫലിക്കുന്നത് കാണാം. ഭരണഘടനയുടെ 3-ാം ഭാഗമായ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങൾക്കൊട്ടേറെ അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെട്ടു എന്നതിന്റെ പേരിൽ ഒരു വ്യക്തിക്കും നീതി നിഷേധിക്കരുതെന്നും നിയമത്തിന്റെ സംരക്ഷണം ഒരു മതത്തിൽ പെട്ടുവെന്നതിന്റെ പേരിൽ ആർക്കും തിരസ്കരിക്കരുതെന്നും പ്രഖ്യാപിക്കുന്ന ഭരണഘടനയിലെ 14-ാം ചട്ടവും ഒരു പ്രത്യേക മതത്തിന്റെ പേരിൽ പെട്ടുവെന്നതിന്റെ പേരിൽ ആരോടും വിവേചനം കാണിക്കരുതെന്ന് കൽപ്പിക്കുന്ന ഭരണഘടനയിലെ 15-ാം ചട്ടവും രാഷ്ട്രത്തിന്റെ ഏത് പദവിയാണെങ്കിലും ജോലിയാണെങ്കിലും, അത് രാഷ്ട്രപതി സ്ഥാനമാണെങ്കിലും ഉപരാഷ്ട്രപതി സ്ഥാനമാണെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനമാണെങ്കിലും സ്പീക്കറുടെ സ്ഥാനമാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്യൂണിന്റെ ജോലിയാണെങ്കിലും, ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെട്ടു എന്നതിന്റെ പേരിൽ അയാൾക്കത് നിഷേധിക്കരുത് എന്ന് പ്രഖ്യാപിക്കുന്ന ഭരണഘടനയുടെ 16-ാം ഖണ്ഡികയും പിന്നോക്ക സമുദായങ്ങളിൽ പെട്ടവർക്ക് ജോലിയിലും വിദ്യാഭ്യാസത്തിനും സംവരണം നൽകണമെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനയുടെ 17-ാം ചട്ടവും യോഗം കൂടുവാനും സംഘങ്ങൾ ഉണ്ടാക്കുവാനും രാജ്യത്തിന്റെ ഏത് ഭാഗങ്ങളിൽ സഞ്ചരിക്കുവാനും രാജ്യത്തിന്റെ ഏത് ഭാഗങ്ങളിൽ താമസിക്കുവാനും പൗരന്മാർക്ക് അവകാശമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഭരണഘടനയുടെ 19-ാം ചട്ടവും ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കുവാനും ആ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുവാനും ആ വിശ്വാസം പ്രബോധനം നടത്തുവാനും പൗരന്മാർക്ക് അവകാശമുണ്ടെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനയുടെ 25-ാം ചട്ടവും മതധർമ്മ സ്ഥാപനങ്ങൾ നടത്തുവാനും അതിനുവേണ്ടി സ്ഥാവര ജംഗമ വസ്തുക്കൾ വാങ്ങുവാനും അവ പരിപാലിക്കുവാനും പൗരന്മാർക്ക് അവകാശമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഭരണഘടനയുടെ 26-ാം ചട്ടവും ഒരു പ്രത്യേക മതത്തിന് പ്രബോധനം നടത്തിയതിന്റെ പേരിൽ ആരുടെയും മേൽ നികുതി ചുമത്തരുത് എന്ന് പ്രഖ്യാപിക്കുന്ന ഭരണഘടനയുടെ 27-ാം ചട്ടവും മതസ്ഥാപനങ്ങളിൽ പോകുന്നതിനും മതയോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനും പൗരന്മാർക്ക് അവകാശമുണ്ട് എന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനയുടെ 28-ാം ചട്ടവും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയല്ലേ ചെയ്യുന്നത്? അള്ളാഹുവിനെ ആരാധിക്കുന്നത് തടഞ്ഞാൽ മാത്രമേ, അതിന്റെ പേരിൽ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടാൽ, വീടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടാൽ പ്രതിരോധിക്കുവാൻ മുസ്ലിങ്ങൾക്ക് അവകാശം നൽകിയിട്ടുണ്ട് ഖുർആൻ. എന്നാൽ ഭാരതത്തിലെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ വെച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്താൽ, മുസ്ലിമായി ജീവിക്കുവാനും അള്ളാഹുവിനെ ആരാധിക്കുവാനും നമസ്കരിക്കുവാനും മസ്ജിദുകളിൽ പോകുവാനും മസ്ജിദുകൾ നിർമ്മിക്കുവാനും ഹജ്ജ് കർമ്മം ചെയ്യുവാനും സക്കാത്ത് നൽകുവാനും അതുപോലെ തന്നെ ഇസ്ലാമിക പ്രബോധനം മറ്റുള്ളവരിൽ എത്തിക്കുവാനും ഭാരതത്തിലെ പൗരന്മാർക്ക് അവകാശമുണ്ട് എന്ന് ഭരണഘടന പ്രഖ്യാപിക്കുന്നു. ഈ അവകാശങ്ങൾ ആരെങ്കിലും ധ്വംസിച്ചാൽ, നിഷേധിച്ചാൽ കോടതികളിൽ സമീപിക്കുവാനും ഇവ പുനഃസ്ഥാപിക്കുവാനും പൗരന്മാർക്ക് അവകാശമുണ്ട്. മറ്റു പൗരന്മാരെ പോലെ തന്നെ മുസ്ലിങ്ങൾക്കും വോട്ടവകാശം, സമ്മതിദാന അവകാശം വിനിയോഗിക്കുവാനും അതിലൂടെ ഭരണകർത്താക്കളെ മാറ്റുവാനും കഴിയും. ഭാരതത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എത്രയോ പ്രാവശ്യം മുസ്ലിങ്ങൾ മതേതര ശക്തികൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് വോട്ട് ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളെ എതിർക്കുന്ന വെറുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. തൊഴിലിലും വിദ്യാഭ്യാസത്തിലും മുസ്ലിങ്ങൾക്ക് സംവരണമുണ്ട്. അതായത് ഹിന്ദുക്കളിൽപ്പെട്ട ഒരു ഉയർന്ന ജാതിക്കാരന് കൂടുതൽ മാർക്കുണ്ടെങ്കിലും കൂടുതൽ യോഗ്യതയുണ്ടെങ്കിലും സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയേക്കാൾ കുറഞ്ഞ മാർക്കുള്ള, ആ വ്യക്തിയേക്കാൾ കുറഞ്ഞ യോഗ്യതയുള്ള മുസ്ലിങ്ങൾക്ക് തൊഴിൽ ലഭിക്കും. അറബി പഠിപ്പിക്കുന്ന എത്രയോ പ്രസ്ഥാനങ്ങൾ, എത്രയോ വിങ്ങുകൾ കേരളത്തിന്റെയും ഭാരതത്തിന്റെയും വിവിധ സർവകലാശാലകളിലുണ്ട്. അറബി പഠിപ്പിക്കുന്നവർക്ക് ശമ്പളം നൽകുന്നതും ഈ സർവകലാശാലകളും ഗവൺമെന്റുകളുമാണ്. ഇത്രയേറെ അവകാശങ്ങൾ മുസ്ലിങ്ങൾക്ക് നൽകുന്ന, മുസ്ലിങ്ങളുടെ ജീവനും സമ്പത്തും സംരക്ഷിക്കുന്ന ഭാരതത്തിൽ മുസ്ലിങ്ങൾക്ക് അവകാശമില്ല എന്നും അവരുടെ ജീവനും സമ്പത്തിനും സംരക്ഷണമില്ല എന്നും അവർക്ക് മതസ്വാതന്ത്ര്യമില്ല എന്നും പ്രചരിപ്പിക്കുന്ന മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ് നടക്കുന്ന പ്രസ്ഥാനങ്ങളാണ് വാസ്തവത്തിൽ സത്യത്തിന്റെ മുഖം വികൃതമാക്കുന്നവര്.
2009 ബറാക് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റായപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ച ഒരു വസ്തുതയുണ്ട്. ന്യൂനപക്ഷത്തിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തിക്ക് ലോകത്തേതെങ്കിലും ഒരു രാജ്യത്തിന്റെ പരമോന്നത പദവിയിലെത്തുവാൻ കഴിയുമെങ്കിൽ അത് അമേരിക്കയിൽ മാത്രമാണ് എന്ന് ഭാരതത്തിന്റെ ചരിത്രം വിസ്മരിച്ചുകൊണ്ടാണ് അവർ അങ്ങനെ കൊട്ടിഘോഷിച്ചത്. 1776 അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അംഗീകരിക്കപ്പെട്ട ഭരണഘടനയിൽ മനുഷ്യ സമത്വത്തെയും ജനാധിപത്യത്തെയും എല്ലാം സംബന്ധിച്ച് വാചാലമായി പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ അടിമകളായി തന്നെ നിലകൊണ്ടു. അവർക്ക് അവകാശങ്ങളില്ലായിരുന്നു, സ്വാതന്ത്ര്യമില്ലായിരുന്നു. മനുഷ്യരെന്ന പരിഗണന പോലും നൽകാതെ മൃഗങ്ങളെ പോലെയാണ് അവരെ കണക്കാക്കിയിരുന്നത്. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 80 വർഷങ്ങൾക്ക് ശേഷം 1863 പ്രഖ്യാപിച്ച ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷനിലൂടെ മാത്രമാണ് അടിമത്തം അമേരിക്കയിൽ നിരോധിക്കപ്പെട്ടത്. എന്നിട്ടും കറുത്ത വർഗ്ഗക്കാർ അടിമകളായി തന്നെ നിലകൊണ്ടു. കറുത്തവർക്കും വെളുത്തവർക്കും വ്യത്യസ്ത ദേവാലയങ്ങളും വിദ്യാലയങ്ങളും താമസ സ്ഥലങ്ങളും പൊതുസ്ഥലങ്ങളുമായിരുന്നു. കറുത്തവർക്കും വെളുത്തവർക്കും ബസ്സുകളിലും അതുപോലെ തന്നെ ട്രെയിനുകളിലും വ്യത്യസ്ത ഇരിപ്പിടങ്ങളായിരുന്നു. 1960 ആദ്യ കാലഘട്ടത്തിൽ മാർട്ടിൻ ലൂതർ കിങ് മുതലായവരുടെ ശക്തമായ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിലൂടെ മാത്രമാണ് കറുത്തവർക്ക് പല അവകാശങ്ങളും ലഭിച്ചത്. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 230 വർഷങ്ങൾക്ക് ശേഷമാണ് ബറാക് ഹുസൈൻ ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നത്. ഇന്നും അമേരിക്കയിൽ ഒരു വനിത പ്രസിഡന്റ് ആയിട്ടില്ല. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട നാടായ ഭാരതത്തിന്റെ ചരിത്രം നിങ്ങളൊന്ന് തുറന്ന ഹൃദയത്തോടെ വിലയിരുത്തുക. 1947 സ്വാതന്ത്ര്യം നേടിയ ഭാരതത്തിൽ 20 വർഷങ്ങൾക്കുള്ളിൽ 1967 ഡോക്ടർ ജാക്കിർ ഹുസൈൻ ഭാരതത്തിന്റെ പരമോന്നത പദവിയായ രാഷ്ട്രപതി സ്ഥാനത്തെത്തി. 1974 ഡോക്ടർ ഫഖ്റുദ്ദീൻ അലി അഹമ്മദും 2002 APJ അബ്ദുൽ കലാമും രാഷ്ട്രപതിമാരായി. ഹിദായത്തുള്ള ഉപരാഷ്ട്രപതിയായിരുന്നു. അതുപോലെ തന്നെ ഹിദായത്തുള്ളയും അഹമ്മദിയും ഭാരതത്തിന്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമാരായിരുന്നു. ഇന്ദിരാഗാന്ധി ഒരു വനിത ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. പട്ടികജാതിയിൽപ്പെട്ട KR നാരായണൻ ഭാരതത്തിന്റെ പ്രസിഡന്റാണ് ആയിരുന്നു. ഇനി സമകാലിക ഭാരതത്തിന്റെ ചരിത്രം നിങ്ങളൊന്ന് നോക്കുക. ഏറ്റവും പരമോന്നതമായ പദവിയായ പ്രസിഡന്റ് സ്ഥാനത്ത് ഒരു സ്ത്രീയും ഉപരാഷ്ട്രപതിയുടെ സ്ഥാനത്ത് ഒരു മുസ്ലിമും, പ്രധാനമന്ത്രി പദത്തിൽ സിഖ് വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയും, ലോകസഭയുടെ സ്പീക്കർ പട്ടികജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയും, ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും ശക്തനായ പരമോന്നത പദവി അലങ്കരിക്കുന്ന സ്ത്രീയാകട്ടെ, ലോകസഭയിലെ ഭരണകക്ഷിയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആ സ്ത്രീയാകട്ടെ, ഇറ്റലിയിൽ ജനിച്ച ക്രിസ്തുമതത്തിൽ ജനിച്ച ഒരു സ്ത്രീയും. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാരതം. വ്യത്യസ്ത സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്ന ഭാരതം. ഹിന്ദിയും തമിഴും തെലുങ്കും ഉറുദുവും അങ്ങനെ ഒട്ടേറെ ഭാഷകൾ സംസാരിക്കുന്ന ഭാരതം. ഈ ഭാരതത്തെ സ്നേഹിക്കാനല്ലാതെ വെറുക്കുവാൻ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല. സ്നേഹിക്കുവാനുള്ള ഒട്ടേറെ കാരണങ്ങളുണ്ട് മുസ്ലിങ്ങൾക്ക്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ സവർണ ഫാസിസ്റ്റുകളോട് മുസ്ലിങ്ങൾക്കൊന്ന് പറയാനുണ്ട്. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ അതിർത്തികൾക്ക് അപ്പുറത്ത് നിന്നും വന്നവരല്ല. തലമുറകളിലൂടെ, നൂറ്റാണ്ടുകളിലൂടെ ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ് മുസ്ലിങ്ങളായ ഞങ്ങൾ. ഞങ്ങളുടെ പൂർവികരെ കബറടക്കിയ മണ്ണാണിത്. ഈ രാജ്യം വിഭജിക്കപ്പെട്ടപ്പോഴും മുസ്ലിങ്ങൾക്ക് മഹാഭൂരിപക്ഷമുള്ള പാകിസ്ഥാനിലേക്ക് പോകുവാനല്ല ഭാരതത്തിൽ ഇന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ പൂർവികർ തീരുമാനിച്ചത്. മറിച്ച് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ, ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷമായ ഭാരതത്തിൽ തന്നെ ജീവിക്കുവാനാണ് ഭാരതത്തിലെ മുസ്ലിങ്ങൾ തീരുമാനിച്ചത്. ഇതിനപ്പുറം എന്ത് ദേശസ്നേഹമാണ് മുസ്ലിങ്ങളായി ഞങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്? ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അകറ്റുവാനും ഹിന്ദുക്കളുടെ ഹൃദയങ്ങളിൽ വർഗീയതയുടെ വിഷവിത്ത് പാകി അവയെ നട്ടുവളർത്തി അധികാരത്തിലെത്താമെന്ന വ്യാമോഹത്താൽ 1980 കാലഘട്ടത്തിൽ ചില സവർണ ഫാസിസ്റ്റ് കക്ഷികൾ ബാബറി മസ്ജിദ് പ്രശ്നം കുത്തിപ്പൊക്കുകയും അതിനുവേണ്ടി രഥയാത്രകൾ നടത്തുകയും രഥയാത്രകൾ കടന്നുപോയ പലയിടങ്ങളിലും വർഗീയ കലാപങ്ങൾ ഉണ്ടാവുകയും അവസാനം ബാബറി മസ്ജിദ് തന്നെ തകർക്കപ്പെടുകയും ചെയ്തു. ബാബറി മസ്ജിദ് തകർത്തതിൽ നിന്നും ഉണ്ടായ വർഗീയ കലാപങ്ങളും പിന്നീടുള്ള ബോംബ് സ്ഫോടനങ്ങളും ആ പരമ്പര ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. യാതൊരു സംശയമില്ലാതെ നമുക്ക് ലോകത്തോടും ഭാരതത്തിലെ ജനങ്ങളോടും പ്രഖ്യാപിക്കുവാൻ സാധിക്കും, സ്വതന്ത്ര ഭാരതത്തിലെ വർഗീയവൽക്കരണം നടത്തിയത് മുസ്ലിങ്ങളല്ല, മുസ്ലിങ്ങളുടെ ഒരു പ്രസ്ഥാനവുമല്ല. മറിച്ച് അതിന് ആരംഭം കുറിച്ചതും വിത്തുപാകിയതും ഇവിടുത്തെ സവർണ ഫാസിസ്റ്റുകളാണെന്ന യാഥാർത്ഥ്യം ആർക്കാണ് നിഷേധിക്കുവാൻ കഴിയാത്തത്? എന്നാൽ അവരുടെ രഹസ്യമായ അജണ്ടയിലേക്ക് ചില മുസ്ലിം പ്രസ്ഥാനങ്ങൾ വീണുപോയി എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം.
അവർക്ക് വജ്രായുധങ്ങൾ ലഭിച്ചു. ചില ഭരണകൂടങ്ങളും ചില പോലീസ് മേധാവികളും നടത്തിയ ഇരട്ടത്താപ്പ് നയങ്ങൾ അവർക്ക് ആയുധങ്ങളായി. അവർ മുസ്ലിങ്ങൾക്കിടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ബാബറി മസ്ജിദ് തകർത്തവരെ ശിക്ഷിക്കാതിരുന്നത്? അവർ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ബോംബെ കലാപത്തിന് നേതൃത്വം കൊടുക്കുകയും ശ്രീകൃഷ്ണ കമ്മീഷൻ കുറ്റക്കാരനാണെന്ന് കണ്ട ആ സവർണ ഫാസിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ തടവിലാക്കാത്തത് എന്ന് അവർ ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് 2000-ഓളം മുസ്ലിങ്ങളെ ഗുജറാത്തിൽ കൊന്നൊടുക്കുവാൻ ഒത്താശ ചെയ്തു കൊടുത്ത ഗുജറാത്ത് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ തുറങ്കലിൽ അടക്കാത്തത് എന്ന് അവർ ചോദിക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് അബ്ദുൽ നാസർ മദനിക്ക് 9.5 വർഷത്തോളം ജാമ്യം നിഷേധിച്ച് തടവിലാക്കിയത് എന്ന് അവർ ചോദിക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് മാറാട് കലാപത്തിന്റെ പേരിൽ 65ഓളം നിരപരാധികളെ 5.5 വർഷത്തോളം ജാമ്യം നിഷേധിച്ചുകൊണ്ട് തടവിലാക്കിയത് എന്ന് അവർ ചോദിക്കുന്നു. ഒരു ഹിന്ദു ബസ് കത്തിച്ചാൽ ഒരു ദിവസം കത്തും, ക്രിസ്ത്യാനി ബസ് കത്തിച്ചാൽ ഒരു ദിവസം കത്തും, മാർക്സിസ്റ്റുകാർ ബസ് കത്തിച്ചാൽ ഒരു ദിവസം കത്തും. എന്തേ ഒരു മുസ്ലിം പേരുള്ളയാൾ ബസ് കത്തിച്ചാൽ ഭീകരതയുടെ പേര് പറഞ്ഞ് മാസങ്ങളോളം വർഷങ്ങളോളം മാധ്യമങ്ങളും പോലീസ് മേധാവികളും കത്തിക്കുന്നത് എന്ന് അവർ ചോദിക്കുന്നു. ഒരു ഹിന്ദു ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ചാൽ അനശ്വരമായ പ്രണയമെന്ന് പറഞ്ഞ് ഹിന്ദുവിനോടൊപ്പം അയക്കുന്നു. ഒരു ക്രിസ്ത്യാനി ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രണയിച്ചാൽ പവിത്രമായ പ്രേമമെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിയോടൊപ്പം അയക്കുന്നു. എന്നാൽ ഒരു ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ പ്രേമിച്ചാൽ ലവ് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയെ മാതാപിതാക്കളോടൊപ്പവും പോലീസുകാർ എന്തുകൊണ്ട് ഈ മുസ്ലിം പുരുഷനെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുന്നത് എന്ന് അവർ ചോദിക്കുന്നു. പിഞ്ചു പൈതങ്ങളുടെ മുൻപിലിട്ട് അധ്യാപകനെ വെട്ടിക്കൊന്നാൽ കൊന്ന മാർക്സിസ്റ്റുകാരോട് ഒരു സമീപനവും പ്രവാചക നിന്ദയുടെ പേരിൽ പ്രതികാരമായി അധ്യാപകന്റെ കൈ ഛേദിച്ച മുസ്ലിങ്ങളോട് മറ്റൊരു മനോഭാവം. എന്നിട്ട് മാസങ്ങളോളം എന്തുകൊണ്ട് മുസ്ലിങ്ങളെ ഓടി നടന്ന് വേട്ടയാടുന്നു, എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങളുമായിട്ട് മുസ്ലിങ്ങളുടെ വികാരങ്ങളെ അവർ ഉണർത്തുകയാണ്. ഈ കാലഘട്ടമുണ്ടല്ലോ, എല്ലാ കാലഘട്ടവും വിവേകത്തിൻ്റെതാണ്, വികാരത്തിൻ്റെതല്ല. നാം തുറന്ന മനസ്സോടുകൂടി വേണം ഇതിനെയെല്ലാം വിശകലനം ചെയ്യുവാൻ. എല്ലാ കാലഘട്ടങ്ങളിലും ഭരണത്തിലിരിക്കുന്നവരുടെ വശത്തു നിന്നാണെങ്കിലും അധികാരം കൈയാളുന്ന ആളുകളുടെ വശത്തു നിന്നാണെങ്കിലും ഒരുപാട് ഇരട്ടത്താപ്പ് നയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായത്തിലെ 39-40 വചനങ്ങളിൽ പറയുന്നില്ലേ, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അയ്യഖൂലു റബ്ബുനല്ലാഹ്. അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പറഞ്ഞതിന്റെ പേരിൽ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യപ്പെടുകയും ചെയ്തതിന്റെ പേരിൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാം. ഈ ഭാരതത്തിൽ ഏത് നിയമമാണ് മുസ്ലിങ്ങളോട് അള്ളാഹുവിനെ ആരാധിക്കരുതെന്നും അള്ളാഹുവിന്റെ മുൻപിൽ ശിരസ് കുമ്പിടരുതെന്നും മസ്ജിദുകൾ നിർമ്മിക്കരുതെന്നും മസ്ജിദുകളിൽ പോകരുതെന്നും സക്കാത്ത് നൽകരുതെന്നും ഹജ്ജ് കർമ്മം ചെയ്യരുതെന്നും ഇസ്ലാമിക പ്രബോധനം നടത്തരുതെന്നും കൽപ്പിക്കുന്നത്? മതേതര ഭാരതത്തിൽ ഏത് നിയമമാണ് ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഒരു മുസ്ലിമിനോട് നിർദ്ദേശിക്കുന്നത്? 1400 വർഷങ്ങൾക്ക് മുൻപ് മക്കയിലെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. അവിടെ ഭരണഘടനയില്ലായിരുന്നു, ജനാധിപത്യമില്ലായിരുന്നു, സ്വാതന്ത്ര്യമില്ലായിരുന്നു, കോടതിയില്ലായിരുന്നു, പോലീസ് ഇല്ലായിരുന്നു. അള്ളാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് ഉണർത്തിയതിന്റെ പേരിൽ പ്രവാചകനും അനുയായികളും മർദ്ദിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, ബഹിഷ്കരിക്കപ്പെട്ടു, നാടുകടത്തപ്പെട്ടു. സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലേക്ക് കുന്തങ്ങൾ കുത്തിയിറക്കി അവരെ ക്രൂരമായി വധിച്ചില്ലേ? യാസർ റളിയല്ലാഹു അൻഹുവിന്റെ കാലുകൾ 2 ഒട്ടകങ്ങളുമായി ബന്ധിച്ച് അവ എതിർദിശകളിലേക്ക് അടിച്ചോടിച്ചില്ലേ? ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തീക്കനലിന്റെ മുകളിൽ കിടത്തിയിട്ട് അവയവങ്ങൾ ഛേദിച്ചില്ലേ? പ്രിയപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുടെ മണലിൽ അമർത്തി കിടത്തിയിട്ട് ഭാരമേറിയ പാറക്കല്ലുകൾ നെഞ്ചിൽ കയറ്റിവെച്ച് ക്രൂരമായി മർദ്ദിച്ചില്ലേ? ഇസ്ലാമിക പ്രബോധനത്തിന് അയച്ച സംഘങ്ങളെ ക്രൂരമായി വധിച്ചിട്ടില്ലേ? അതാണോ ഭാരതത്തിലെ അവസ്ഥ? ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോഴും ഗുജറാത്തിലെ മുസ്ലിങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടപ്പോഴും മുസ്ലിങ്ങളുടെ ഹൃദയ നൊമ്പരങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിഫലിപ്പിക്കപ്പെട്ടത് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു MP-മാരുടെയും നാവുകളിലൂടെയായിരുന്നു. ആർക്കാണത് നിഷേധിക്കുവാൻ സാധിക്കുന്നത്? നമ്മുടെ ദുരന്തവും വേദനയും നൊമ്പരങ്ങളും ലോകമറിയുന്നത് ഹിന്ദു പത്രപ്രവർത്തകരുടെ തൂലികയിലൂടെയായിരുന്നു, അവരുടെ ടെലിവിഷൻ പ്രക്ഷേപണങ്ങളിലൂടെയായിരുന്നു. ആർക്കാണത് നിഷേധിക്കുവാൻ കഴിയുന്നത്? അതുകൊണ്ട് തന്നെയല്ലേ ഇന്ന് ഗുജറാത്തിൽ ഭരിച്ചിരുന്ന ഒരു മുൻ സഹ ആഭ്യന്തരമന്ത്രി തടവിലായിരിക്കുന്നത്? ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, കുറച്ച് മസ്ജിദുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഈ ഭാരതത്തിൽ 10,000-കണക്കിന് മസ്ജിദുകൾ സുരക്ഷിതമാണ്. അവിടെ കോടിക്കണക്കിന് ആളുകൾ നമസ്കരിക്കുന്നു. കുറെ
മുസ്ലിങ്ങളുടെ കുറച്ച് മുസ്ലിങ്ങളുടെ ജീവൻ വർഗീയ കലാപങ്ങളിൽ പൊലിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വേദനയുളവാക്കുന്നതാണ് എനിക്കും നിങ്ങൾക്കും. പക്ഷെ 15 കോടിയോളം മുസ്ലിങ്ങളുടെ ജീവൻ ഇവിടെ സംരക്ഷണമുണ്ട്, നമുക്ക് കോടതിയുണ്ട്, വ്യവസ്ഥയുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിയുക. ഇത്തരത്തിലുള്ള മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവനും സമ്പത്തിനും സംരക്ഷണമല്ല എന്ന് വാദിക്കുന്ന NDF-ഉം മറ്റും അവരുടെ ഒരുപാട് അനുയായികൾ ഗൾഫ് നാടുകളിലുണ്ടല്ലോ. ഒരു കാര്യവുമില്ലാതെ കാരണം പറയാതെ എക്സിറ്റ് അടിച്ച് പല ആളുകളെയും പുറത്തേക്ക് വിടുന്നില്ലേ? എന്തേ അവർ ശബ്ദിക്കാത്തത്? ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ എല്ലായിടത്തും ഒരുപോലെയല്ലേ? എന്തുകൊണ്ട് അവർ ശബ്ദിക്കുന്നില്ല? ഈ ഭാരതത്തിൽ നമുക്ക് ജനാധിപത്യ സ്വാതന്ത്ര്യമായിട്ടുള്ള അവകാശങ്ങൾ ഉള്ളതുകൊണ്ട്, അതുകൊണ്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും പാർശ്വമതക്കാരനെയും എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് നമ്മുടേതായ അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതുകയാണ് വേണ്ടത്. എവിടെയെങ്കിലും നിയമലംഘനം നടന്നിട്ടുണ്ട് എങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം നടത്തുകയാണ് വേണ്ടത്. അല്ലാതെ മുസ്ലിങ്ങളൊരു പ്രതിരോധ സൈന്യവും ക്രിസ്ത്യാനികൾ ഒരു പ്രതിരോധ സൈന്യവും ഹിന്ദുക്കൾ ഒരു പ്രതിരോധ സൈന്യവും മാർക്സിസ്റ്റുകാർ ഒരു പ്രതിരോധ വിഭാഗവും RSSകാർ മറ്റൊരു പ്രതിരോധ വിഭാഗവും ഇന്ത്യയിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. കോടതിയുടെ ആവശ്യമുണ്ടോ? ഭരണഘടനയുടെ ആവശ്യമുണ്ടോ? പോലീസിന്റെ ആവശ്യമുണ്ടോ? ഇനി നിങ്ങളൊന്ന് ചിന്തിക്കുക ഗൗരവത്തോടുകൂടി. ഇത്തരത്തിലുള്ളൊരവസ്ഥ ഭാരതത്തിലുണ്ടായാൽ അരാജകത്വമായിരിക്കും നടമാടുക. എങ്കിൽ ഏറ്റവും അധികം ദുരന്തം അനുഭവിക്കുവാൻ പോകുന്നത് ആരായിരിക്കും? യാതൊരു സംശയവും വേണ്ട, മുസ്ലിങ്ങളായ നാം ആയിരിക്കും. ഈ നാശത്തിലേക്കാണ് NDF, പോപ്പുലർ ഫ്രണ്ട് അതുപോലെയുള്ള ആളുകൾ കൊണ്ടുപോകുന്നത്. ഇത്രയധികം അവകാശങ്ങൾ നൽകുന്ന ഭാരതത്തിലെ ഭരണഘടനയെ അനുസരിക്കരുതെന്ന്, ഇബാദത്തിന് അള്ളാഹു നൽകാത്ത, ഖുർആൻ വിശദീകരിക്കാത്ത, ഖുർആൻ പ്രഖ്യാപിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാത്ത അനുസരണം എന്നൊരർത്ഥം നൽകിക്കൊണ്ട് ഇവിടെ പ്രചരണങ്ങൾ നടത്തിയ ആളുകളുണ്ടല്ലോ, അവരാണ് ഇത്തരത്തിലുള്ള വിഷവിത്ത് പാകിയത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. നിയമം കയ്യിലെടുത്തതാണ് നാം തൊടുപുഴയിൽ കണ്ടത്. തൊടുപുഴയിൽ പ്രവാചകൻ അവഹേളിച്ച് ചോദ്യപേപ്പർ തയ്യാറാക്കിയ വ്യക്തിയെ കോളേജ് അധികാരികൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. കുറച്ചു ദിവസം അയാൾ തടവിലായിരുന്നു. ജാമ്യത്തിൽ പുറത്തിറങ്ങി. ആരും അയാളെ തിരിഞ്ഞു നോക്കാനില്ല. ഒരു രാഷ്ട്രീയ നേതാക്കളും ചെന്നില്ല. ഒരു സമുദായ നേതാക്കളും പിന്തുണ പ്രഖ്യാപിച്ചില്ല. മാധ്യമങ്ങൾ അയാളുടെ വിശദീകരണം കേട്ടില്ല. അങ്ങനെയിരിക്കെ പ്രവാചക സ്നേഹം മൂലം ആ വ്യക്തിയുടെ കൈ ഛേദിച്ചു. അതോടുകൂടി മാധ്യമങ്ങൾ ആ വ്യക്തിയെ മഹത്വത്തിന്റെ പടവുകളിലേക്ക് ഉയർത്തി. മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും അയാളുടെ വീട്ടിലേക്ക് ഓട്ടമായി. ദേവാലയങ്ങളെ ആ വ്യക്തിക്ക് വേണ്ടി കൂട്ടപ്രാർത്ഥനയായി, പണപ്പിരിവായി. ഇങ്ങനെ മറ്റൊരു ഘട്ടത്തിലേക്ക് അയാളെ കൊണ്ടുപോകുന്ന അവസരം ഒരു വശത്താണ് എങ്കിൽ, മുസ്ലിങ്ങൾ നീചന്മാരും ക്രൂരന്മാരും മനുഷ്യത്വമില്ലാത്തവരും നിയമം കയ്യിലെടുക്കുന്നവരും നിയമത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്തവരാണ് എന്ന പ്രതീതിയുമുണ്ടായി. ഇതെല്ലാം പ്രവാചക സ്നേഹത്തിന്റെ പേരിലാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ പ്രവാചക സ്നേഹത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റിയിരിക്കുന്നു. തസ്ലീമ നസ്റിന്റെ പുസ്തകമുണ്ടാകുമ്പോഴും അല്ലെങ്കിൽ സൽമാൻ റുഷ്ദിയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോഴും കാർട്ടൂൺ ഉണ്ടാകുമ്പോഴും നമ്മുടെ വികാരങ്ങൾ ആളിക്കത്തുകയാണ്. അതേസമയം പലിശ വാങ്ങരുതെന്ന പ്രവാചകന്റെ കൽപ്പന ലംഘിക്കുമ്പോൾ നമുക്ക് ഒരു നൊമ്പരവും തോന്നുന്നില്ല. പ്രവാചകന്റെ കൽപ്പനകളെ നമുക്ക് ധിക്കരിക്കുമ്പോൾ നമുക്കും ഹൃദയത്തിൽ ഒരു സ്പർശവും ഏൽക്കുന്നില്ല. മറിച്ച് വൈകാരികമായിട്ടാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ഇത്തരം പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കുമായിരുന്നില്ല. പ്രവാചകൻ ഒരു ഭരണാധികാരി എന്ന നിലയിൽ കുറ്റവാളികൾക്ക് കഠിനമായ ശിക്ഷകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രവാചകൻ അപമാനിക്കുകയും അവഹേളിക്കുകയും വ്യക്തിപരമായിട്ട് ചെയ്തവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും മാപ്പ് നൽകിയിട്ടുണ്ട്. പ്രവാചകന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയ യഹൂദ നേതാവിന്റെ ഭാര്യ സൈനബിന് പ്രവാചകൻ മാപ്പ് നൽകിയില്ലേ? പ്രവാചകന്റെ വഴിയിൽ കല്ലും മുള്ളും വിതറി പ്രവാചകൻ അവഹേളിച്ചിരുന്ന യഹൂദ പെൺകുട്ടിക്ക് അസുഖമാണെന്നറിഞ്ഞപ്പോൾ അവരെ ചെന്ന് പരിചരിച്ചിട്ട് ഇനിയും നിനക്ക് എന്നെ അവഹേളിക്കുവാനും എന്നെ ഉപദ്രവിക്കുവാനും അവസരവും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞില്ലേ? ഖുറൈശികളുടെ മർദ്ദനങ്ങൾ അസഹ്യമായ കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ കഅബാലയത്തിൽ കടന്ന് പ്രാർത്ഥിക്കണമെന്ന് ഉത്കടമായ ആഗ്രഹമുണ്ടായത്. അന്നത്തെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ഇബ്നു ത്വൽഹയെ സമീപിച്ചുകൊണ്ട് പ്രവാചകൻ ചോദിച്ചു, ആ താക്കോൽ ഒന്ന് നൽകുമോ? ഉസ്മാൻ താക്കോൽ നൽകിയില്ലെന്ന് മാത്രമല്ല, കഠിനമായ ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തു. അപമാനം അസഹ്യമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉസ്മാൻ, ഒരു സമയമുണ്ടാകും, ഒരു നാളുണ്ടാകും, അന്ന് ഈ താക്കോൽ എന്റെ കരങ്ങളിൽ വന്നു ചേരും. അന്ന് ഈ താക്കോൽ ആർക്ക് നൽകണമെന്ന് ഞാനായിരിക്കും തീരുമാനിക്കുക. ഉസ്മാൻ കരുതി ഇതൊരു സാധാരണ മനുഷ്യന്റെ ഒരു ജൽപ്പനം മാത്രമാണ് എന്ന്. ഉസ്മാൻ പറഞ്ഞു,
അന്ന് ഖുറൈശികളുടെ വിനാശത്തിന്റെയും അപമാനത്തിന്റെയും ദിനമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇല്ല ഉസ്മാൻ, അന്ന് ഖുറൈശികൾ ജീവിക്കുന്നവരും അന്തസ്സുള്ളവരുമായിരിക്കും. വർഷങ്ങൾ കഴിഞ്ഞു. മക്ക വിജയവേളയ്ക്ക് ശേഷം അക്ഷരാർത്ഥത്തിൽ അറേബ്യയുടെ കിരീടം വെക്കാത്ത ചക്രവർത്തി എന്ന നിലയിൽ, അന്നത്തെ പ്രബലമായ സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപൻ എന്ന നിലയിൽ, ജനങ്ങളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധ്യാത്മിക നേതാവെന്ന നിലയിൽ പ്രവാചകൻ അതാ വിശുദ്ധ കഅബാലയത്തിന്റെ അടുത്തെത്തുന്നു. താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാനോട് പറഞ്ഞു, താക്കോൽ കൊണ്ടുവരിക. ഉസ്മാൻ വരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിച്ച് അവഹേളിച്ച, മനസ്സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും അനുവദിക്കാതിരുന്ന ഉസ്മാൻ വിറയ്ക്കുന്ന കൈകളോടെ, ഇടിക്കുന്ന ഹൃദയത്തോടെ, വിതുമ്പുന്ന ചുണ്ടുകളോടെ വന്ന പ്രവാചകന്റെ കൈകൾ താക്കോലുകൾ ഏൽപ്പിക്കുന്നു. താക്കോൽ ഏറ്റുവാങ്ങി വിശുദ്ധ കഅബാലയം തുറന്ന് അകത്ത് കടന്ന് പിന്നീട് പുറത്തു വന്നപ്പോൾ ആ താക്കോൽ സൂക്ഷിപ്പുകാരനെന്ന ഉന്നത പദവിക്ക് തങ്ങളിൽ ആരെയെങ്കിലും നിയമിക്കുമോ എന്ന പ്രതീക്ഷയിൽ പ്രവാചകന്റെ ബന്ധുക്കളും അനുയായികളും നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ താക്കോൽ അവർക്കാർക്കും നൽകിയില്ല. മറിച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അപമാനിച്ച, അവഹേളിച്ച, പരിഹസിച്ച ആ ഉസ്മാനെ തന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്മാൻ, ഈ താക്കോൽ എടുത്തുകൊള്ളൂ, ഇത് വാഗ്ദാന പാലനത്തിന്റെ ദിനമാണ്. ഇതാണ് പ്രവാചകന്റെ തന്നെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്ത വ്യക്തിയോക്ക് മാപ്പ് നൽകിയ പ്രവാചകന്റെ വിശാലമായ മനസ്സാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടത്. പ്രവാചകനെ പിടിച്ചുകൊടുത്താൽ 100 ഒട്ടകങ്ങൾ സമ്മാനമായി ലഭിക്കുമെന്ന ഖുറൈശികളുടെ വാഗ്ദാനത്തിൽ ആകർഷണനായിട്ട് പ്രവാചകന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്ത സുറാഖയുടെ ആ സഞ്ചരിച്ചിരുന്ന കുതിരയുടെ നിയന്ത്രണം തെറ്റുകയും അയാൾ നിലത്ത് മലർന്നടിച്ചു വീണ സന്ദർഭത്തിൽ നിസ്സഹായനായി കിടന്ന മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, സുറാഖ, പേർഷ്യൻ ചക്രവർത്തിയുടെ കൈകളിൽ അണിയുന്ന വളകൾ താങ്കൾക്ക് ലഭിക്കുമ്പോൾ എങ്ങനെയിരിക്കും? സ്വന്തം നാട്ടിൽ നിന്നും പുകച്ചു പുറത്താക്കിയ, ശിരസിന്റെ മുകളിൽ ആകാശ നീലിമയല്ലാതെ മറ്റൊന്നുമില്ലാത്ത വെറുമൊരു അഭയാർത്ഥിയായ മനുഷ്യൻ, അന്നത്തെ ലോകമഹാശക്തിയായ ഒരു സാമ്രാജ്യത്തിന്റെ ചെങ്കോലേന്തിയ സ്വച്ഛാധിപതിയായ ചക്രവർത്തിയുടെ കരങ്ങളിൽ അണിയുന്ന വളകൾ തനിക്ക് സമ്മാനമായി നൽകുമെന്ന് പറഞ്ഞതൊരു തമാശയായിട്ടേ തോന്നിയുള്ളൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ് 4 വർഷം കഴിയുന്നതിന് മുൻപ് പേർഷ്യൻ സാമ്രാജ്യം തകരുകയും ഒരു സാധാരണ മുസ്ലിം പടയാളി ആ വളകൾ മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിൽ കൊണ്ടുവന്ന് വെക്കുകയും പ്രവാചകന്റെ വാഗ്ദാനം അറിയാമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു സുറാഖയ്ക്ക് വിളിച്ചത് നൽകുന്നു. തന്നെ പിടിച്ചുകൊടുത്താലുള്ള പ്രതിഫലമോർത്ത് അത്യാർത്ഥിയോടെ വന്നൊരു മനുഷ്യൻ നിസ്സഹായനായി കിടക്കുമ്പോൾ ഇതുപോലൊരു പ്രതികരണം നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് പ്രവാചകനെ സ്നേഹിക്കുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടത്. കൈവെട്ടുന്ന പ്രതികാരദാഹികളുടെ മനസ്സല്ല എനിക്കും നിങ്ങൾക്കും വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമകൾ സൈനബ് റളിയല്ലാഹു അൻഹ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഒരിക്കൽ ഒട്ടകത്തിൽ കയറുവാൻ ശ്രമിക്കുമ്പോൾ ഹബ്റാർ എന്നൊരു വ്യക്തി അവരെ തള്ളിയിട്ടു. നിലത്ത് വീണ് പരിക്കേറ്റ് പിന്നീട് മരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ഹബ്റാർ ഒരു തടവുള്ളിയായി പിടിക്കപ്പെട്ട് പ്രവാചകന്റെ മുൻപിലെത്തി. പ്രവാചകൻ ആ മനുഷ്യനെ തിരിച്ചറിഞ്ഞു. അയാൾ മാപ്പ് ചോദിച്ചു. ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരുപാട് ഓർമ്മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലൂടെ കടന്നുപോയിരിക്കാം. തന്റെ പൊന്നുമകൾ സൈനബ് ഒരു കുഞ്ഞായിരുന്നപ്പോഴും വളർന്നൊരു കുട്ടിയായിരുന്നപ്പോഴുള്ള ഓർമ്മകൾ, അവസാനം ഗർഭിണിയായി മരിച്ചു കിടക്കുന്ന പൊന്നുമകളുടെ മയ്യത്തിന്റെ ചിത്രവുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലൂടെ കടന്നുപോയിരിക്കാം. ഒരു പിതാവിനും മാപ്പ് നൽകുവാൻ പറ്റാത്ത ക്രൂരതയാണ് ആ മനുഷ്യൻ ചെയ്തത്. ആ വ്യക്തിക്കും പ്രവാചകൻ മാപ്പ് നൽകിയ ആ മനസ്സാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടത്. തന്നെയും അനുയായികളെയും തുല്യതയില്ലാത്ത മർദ്ദന പീഡനങ്ങൾക്ക് വിധേയമാക്കിയ മക്കയിലെ ഖുറൈശികൾ, തന്റെ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുയുടെ ശരീരം പിച്ചു ചീന്തുകയും കരളുകടിച്ച് തുപ്പുവാൻ പ്രചോദനം നൽകിയവരുമെല്ലാം ഇടിക്കുന്ന ഹൃദയത്തോടെ വിധിയും കാത്ത് മരണവും മുൻപിൽ കണ്ടു നിൽക്കുമ്പോഴല്ല യാതൊരു പ്രതികാരവുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇത് ഹബു അൻതും മുത്തലഖാഹ് അൽ അഫു ഇൻദൽ മഖ്ദറ. മാപ്പെന്ന പദത്തിന് ഔന്നത്യം ലഭിക്കുന്നത് അത് കൊടുക്കുമ്പോൾ, കഴിവുള്ളപ്പോൾ കൊടുക്കുമ്പോഴാണ് എന്ന്. തന്നെ വധിക്കുമെന്ന് ശപഥം ചെയ്തൊരു പട്ടണവും ജനതയും തന്റെ കാൽ കീഴിൽ അമർന്ന സന്ദർഭത്തിൽ, തന്റെ ആജ്ഞയ്ക്ക് വിധേയമായ ഘട്ടത്തിൽ താൻ അനുഭവിച്ച എല്ലാ വേദനകളും മറക്കുകയും ചെയ്ത പ്രവാചകന്റെ മാതൃകയാണ് നാം പിൻപറ്റേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് ഉപദ്രവിച്ചിരുന്ന തമാമ എന്ന വ്യക്തിയെ ഒരിക്കൽ തടവുകാരനായി പ്രവാചകന്റെ മുൻപിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചു, തമാമ, താങ്കൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? തമാമ പറഞ്ഞു, താങ്കൾ എന്നോട് നന്നായി പെരുമാറിയാൽ ഞാൻ നന്ദിയുള്ളവനായിരിക്കും.
എന്നെ ഉപദ്രവിച്ചാൽ താങ്കളെ ഞാൻ വെറുക്കും. പ്രവാചകനൊന്നും പറഞ്ഞില്ല. അയാൾ തിരിച്ചുപോയി. പിറ്റേന്നും അയാൾ ഹാജരാക്കപ്പെട്ടപ്പോൾ അയാൾ ഇത് തന്നെ ആവർത്തിച്ചു. മൂന്നാമത്തെ ദിവസം അയാൾ ഹാജരാക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തമാമ, താങ്കൾക്ക് പോകാം. തമാം അത്ഭുതത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി. എന്നിട്ട് പോയി കുളിച്ച് തിരിച്ചു വന്ന് പ്രവാചകന്റെ മുൻപിൽ വന്ന് പ്രഖ്യാപിച്ചു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ വരെ ഞാൻ ഏറ്റവും അധികം വെറുത്തിരുന്നത് താങ്കളെയായിരുന്നു. ഇന്ന് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് താങ്കളെയാണ്. ഇന്നലെ വരെ ഞാൻ ഏറ്റവും അധികം വെറുത്തിരുന്നത് ഇസ്ലാമിനെയായിരുന്നു. ഇന്ന് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഇസ്ലാമിനെയാണ്. ഇന്നലെ വരെ ഞാൻ ഏറ്റവും അധികം വെറുത്തിരുന്നത് ഈ രാജ്യത്തെയായിരുന്നു. ഇന്ന് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഈ രാജ്യത്തെയാണ്. അതാണ് ഖുർആൻ പറയുന്നത്, വലാ തസ്തവിൽ ഹസനതു വല സയ്യ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇലല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. നന്മയും തിന്മയും തുല്യമല്ല. തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ നിന്റെ കഠിന ശത്രു പോലും നിന്റെ ആത്മമിത്രമായി തീരും. ഇവർ അപമാനിച്ചു കൊള്ളട്ടെ, അവഹേളിച്ചു കൊള്ളട്ടെ, ക്രൈസ്തവരെല്ലാം. നാം പ്രതികരിക്കരുത്. ഇന്നത്തെ സൺഡേ എക്സ്പ്രസിൽ ഒരു വാർത്തയുണ്ട്. ഫ്ലോറിഡയിൽ ഒരു ചേർച്ച് സെപ്റ്റംബർ 11 ദിനം ആചരിക്കാൻ പോകുന്നു, വിശുദ്ധ ഖുർആൻ കത്തിക്കുക എന്ന ദിനം. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കോട്ടയത്തിനപ്പുറത്ത് കുറച്ച് ക്രിസ്ത്യൻ ഒരു സെമിനാരി എന്നെ ക്ഷണിച്ചു. കുറെ ജർമ്മൻകാർ വന്നിട്ടുണ്ടായിരുന്നു. അവരഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു, നൂറ്റാണ്ടുകളായല്ലോ ക്രൈസ്തവ പാതിരിമാരും മിഷണറിമാരും ചരിത്രകാരന്മാരും ഈ ആധുനിക ലോകത്തെ ക്രൈസ്തവ പത്രപ്രവർത്തകരും ഇപ്പോൾ കാർട്ടൂണിസ്റ്റുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയും അവഹേളിക്കുകയും എല്ലാം ചെയ്യുന്നത്. ന്യായീകരിക്കുവാൻ പറ്റുന്ന രീതിയിലും ന്യായീകരിക്കുവാൻ സാധിക്കാത്ത രീതിയിലും മുസ്ലിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സന്ദർഭത്തിൽ പോലും ഒരൊറ്റ മുസ്ലിം പോലും യേശുവിനെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് എന്നറിയാമോ എന്ന് ചോദിച്ചു. അത്ഭുതമായിരുന്നു അവർക്ക്, ജിജ്ഞാസയുള്ള മുഖങ്ങൾ. ഞാൻ അവരോട് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്ലിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അതുപോലെ മുസ്ലിങ്ങൾ യേശുവിനെയും സ്നേഹിക്കുന്നു. കാരണം വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളോട് പ്രഖ്യാപിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്, ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. ഞങ്ങൾ മുസ്ലിങ്ങളാണ്, പ്രവാചകർക്കിടയിൽ യാതൊരു വേർതിരിവും കാണിക്കാറില്ല. യേശുവിനെ അംഗീകരിക്കാത്ത ഒരു വ്യക്തി മുസ്ലിമല്ല. യേശുവിന്റെ പേര് കേൾക്കുമ്പോൾ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയാത്തൊരു വ്യക്തി യഥാർത്ഥ ഒരു വിശ്വാസിയല്ല. ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങളാണ് യേശുവിന്റെ യഥാർത്ഥ അനുയായികൾ. യേശു പഠിപ്പിച്ചു ഏകനായ ദൈവത്തെ ആരാധിക്കാൻ. ഞങ്ങൾ മുസ്ലിങ്ങൾ എങ്ങനെ ആരാധിക്കുന്നു, നിങ്ങൾ എങ്ങനെ ആരാധിക്കാറില്ല. നിങ്ങൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന തൃത്വമാണ് അംഗീകരിക്കുന്നത്. യേശു പഠിപ്പിച്ചു നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയുമാണ് എന്ന്. മുസ്ലിങ്ങളായ ഞങ്ങളത് അംഗീകരിക്കുന്നു. നിങ്ങൾ അംഗീകരിക്കാറില്ല. നിങ്ങൾ ആദിപാപ സിദ്ധാന്തവും കുരിശുമരണവുമാണ് അംഗീകരിക്കുന്നത്. യേശു നെറ്റിത്തടം നിലത്ത് മുട്ടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. മുസ്ലിങ്ങളായ ഞങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യാനികളായ നിങ്ങൾ പ്രാർത്ഥിക്കാറില്ല. യേശു മറ്റുള്ളവരെ കാണുമ്പോൾ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിരുന്നു. മുസ്ലിങ്ങളായ ഞങ്ങളും അങ്ങനെ പറയുന്നു. ക്രിസ്ത്യാനികളായ നിങ്ങളത് പറയാറില്ല. യേശു പരിച്ഛേദനമേറ്റു. മുസ്ലിങ്ങളും അത് സ്വീകരിക്കുന്നു, ക്രിസ്ത്യാനികൾ അത് സ്വീകരിക്കാറില്ല. അതുകൊണ്ട് ബൈബിളിനെ സംബന്ധിച്ച് പഠിച്ചു വേണം പ്രബോധനം നടത്താൻ. ഇത്തരം ആളുകൾക്കുള്ള മറുപടി, ഏറ്റവും ശക്തമായ മറുപടി അതായിരിക്കണം. കാരണം അവർക്ക് ദുഃഖമുണ്ടാകും, ദുരന്തമുണ്ടാകും. കാരണം ഒരുപാട് ആളുകൾ ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇസ്ലാം സ്വീകരിച്ച കുറച്ച് പ്രശസ്തരായ വ്യക്തികളുടെ പേരുകൾ ഞാൻ പറയാം. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. എൻ്റെ വെബ്സൈറ്റിൽ ഗ്ലോബൽ ഇസ്ലാമിക് പ്ലാറ്റ്ഫോമിൽ ഇസ്ലാം സ്വീകരിച്ച പാശ്ചാത്യ നാടുകളിലെ നൂറുകണക്കിന് ആളുകളുടെ വീഡിയോകളുണ്ട്. ഇസ്ലാം സ്വീകരിച്ച പ്രശസ്തരായ ചില വ്യക്തികളുടെ പേരുകൾ നിങ്ങളുടെ മുൻപിൽ പറഞ്ഞു തരാം. പ്രഷ്യസ് ഗേൾസ് എന്ന പ്രസിദ്ധമായ ഗാനം ആലപിച്ച ടൈസൺ, ലോകപ്രസിദ്ധ റാപ്പ് സംഗീത ട്രൂപ്പായ ബാഡ് ബോയ്സിലെ പ്രസിദ്ധ ഗായകൻ ലൂൺ, മില്യൺ കണക്കിന് ആൽബങ്ങൾ വിറ്റഴിച്ചിട്ടുള്ള ഔട്ട്ലോസിലെ പ്രസിദ്ധ ഗായകനായ നെപ്പോളിയൻ, ഹോളിവുഡിൽ നിന്നുള്ള ബസ്റ്റർ റിയാൻസ്, നിയോ കാസ്റ്റർ, ഫ്രാൻസിന്റെ സംഗീത ലോക ചരിത്രത്തിലെ സർവകാല റെക്കോർഡുകൾ ഭേദിച്ച 2005 ഡാൻസ് മാ ബബിൾ ഇൻ മൈ ബബിൾ എന്ന പ്രസിദ്ധമായ ഗാനം ആലപിച്ച ഫ്രാൻസിലെ ഏറ്റവും പ്രസിദ്ധ പോപ്പ് റാപ്പ് സംഗീത ഗായികയായ ഡിയാൻ, അവർ അപ്രത്യക്ഷമാവുകയും
കുറച്ച് മാസങ്ങൾക്ക് ശേഷം പാരീസിലെ ഗ്രാൻഡ് മസ്ജിദിൽ നിന്നും ഇസ്ലാമിക വേഷം ധരിച്ച് പുറത്തു വരുന്നതാണ് മാധ്യമങ്ങൾ കാണുന്നത്. അമേരിക്കയുടെ പരമോന്നത നിയമനിർമ്മാണ സഭയായ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായി വിശുദ്ധ ഖുർആനിൽ കരം വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അംഗത്വം സ്വീകരിച്ച കീത്ത് എല്ലിസൺ, അതേപോലെ തന്നെ അമേരിക്കയിലെ മീക്കാൻ പട്ടണത്തിലെ മേയറായ ജാക്ക് എല്ലിസ്, യൂണിറ്റേറിയൻ ചർച്ചിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവരോധിക്കപ്പെട്ട വനിതാ പാതിരി ഡോക്ടർ യൂനികെ സിയോൺ, അതേപോലെ തന്നെ എപ്പിസ്കോപ്പൽ ചർച്ചിലെ ആൻ ഹോംസ്, യുണൈറ്റഡ് മെത്തഡിക്കൽ ചർച്ചിലെ ഡോക്ടർ ജെറാൾഡ് ഹോംസ്, ക്രിസ്ത്യൻ മിഷണറിയായ ഇവാൻ ജോൺസ്, അങ്ങനെ ഒരുപാട് ആളുകൾ ഇസ്ലാമിക വിശ്വാസം സ്വീകരിക്കുമ്പോൾ അവർക്ക് ഖുർആൻ കത്തിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യേണ്ടി വരും. നാം ഒന്ന് മനസ്സിലാക്കുക, മാധ്യമങ്ങളിൽ ഇതുപോലെയുള്ള ഒരുപാട് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ കാണുമ്പോൾ പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും മനസ്സുകൾ നോവാറുണ്ട്, നമുക്കൊരു നിരാശ ബാധിക്കാറുണ്ട്. എന്നാൽ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇസ്ലാം മുന്നേറുക തന്നെ ചെയ്യുമെന്നതാണ്. മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്നും തീവ്രവാദികൾക്ക് ജന്മം നൽകുന്ന മതമാണ് ഇസ്ലാമെന്ന മാധ്യമങ്ങളുടെ നുണപ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഇറ്റലിയിലും പോർച്ചുഗലിലും സ്പെയിനിലും ഡെൻമാർക്കിലും ഓസ്ട്രേലിയയിലും റഷ്യയിലും വർഷം തോറും ഇസ്ലാം സ്വീകരിക്കുന്ന ആയിരക്കണക്കിന് സത്യവിശ്വാസികളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം, എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇസ്ലാം മുന്നേറുക തന്നെ ചെയ്യുമെന്ന്. സ്ത്രീകളെ മനുഷ്യരായി ഗണിക്കാത്ത, അവർക്ക് ആത്മാവുണ്ടെന്ന് അംഗീകരിക്കാത്ത, അന്തസ്സും അവകാശങ്ങളും അർഹിക്കുന്നൊരു വിഭാഗമായിട്ട് പരിഗണിക്കാത്ത, വീടിന്റെ ചുമരുകൾക്കുള്ളിൽ തളച്ചിട്ടുകൊണ്ട് പുരുഷന്റെ നിഴലും അടിമയുമായി അധപ്പതിപ്പിക്കുന്ന, കൃഷിയിടം വിൽക്കുന്നത് പോലെ സ്ത്രീയെ വിൽക്കുവാനും വസ്ത്രം മാറ്റുന്നത് പോലെ സ്ത്രീയെ മാറ്റുവാനും പുരുഷനെ അനുവദിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന മാധ്യമങ്ങളുടെ നുണപ്രചരണങ്ങളെ അവഗണിച്ചുകൊണ്ട് അമേരിക്കയിലും യൂറോപ്പിലും വർഷം തോറും ഇസ്ലാം സ്വീകരിക്കുന്ന നൂറുകണക്കിന് പാശ്ചാത്യ വനിതകളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം, എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രഥമ മതത്തിന്റെ സ്ഥാനത്തിലേക്ക് ഇസ്ലാം കുതിച്ചുകൊണ്ട് പോകുമെന്ന് യാതൊരു സംശയവുമില്ല എന്ന്. നഗ്നത പ്രദർശിപ്പിക്കുന്നത് അഭിമാനവും നഗ്നത മറക്കുന്നതാകട്ടെ പ്രാകൃതമാണെന്ന് വ്യാഖ്യാനിക്കുക മാത്രമല്ല, ഇസ്ലാമിക വേഷം ധരിച്ച സ്ത്രീകളെ അപമാനിക്കുകയും അവഹേളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന വാഷിംഗ്ടണിലെയും ന്യൂയോർക്കിലെയും പാരീസിലെയും ലണ്ടനിലെയും മെഡ്രിഡിലെയും ബേർലിനിലെയും സിഡ്നിയിലെയും മെൽബോണിലെയും അതുപോലെ മോസ്കോയിലെയും വിവിധ രാജ്യങ്ങളിലെയും ജനങ്ങളുടെ മുൻപിൽ അഭിമാനത്തോടെ നിർഭയരായി ഇസ്ലാമിക വേഷം ധരിച്ചു നടക്കുന്ന ആയിരക്കണക്കിന് മുസ്ലിം വനിതകളെ, സത്യവിശ്വാസിനികളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്കുറക്കെ പ്രഖ്യാപിക്കാം, എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇസ്ലാം മുന്നേറുക തന്നെ ചെയ്യുമെന്ന്. ഇസ്ലാമിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ജനങ്ങളുടെ മുൻപിൽ, അത് അമേരിക്കയിലെ ടെക്സാസിലെ ഡല്ലസ് വിമാനത്താവളമാണെങ്കിലും, ഫ്ലോറിഡയിലെ ന്യൂ ഓർലിയൻസ് വിമാനത്താവളമാണെങ്കിലും, ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളമാണെങ്കിലും, പാരീസിലെ ചാൾസ് ഡി ഗൗളി വിമാനത്താവളമാണെങ്കിലും, അമേരിക്കയിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും ബേസ്ബോൾ, ബാസ്കറ്റ്ബോൾ, റഗ്ബി, ഫുട്ബോൾ ഗ്രൗണ്ടുകളാണെങ്കിലും നമസ്കാര സമയമാകുമ്പോൾ കടലാസോ തുണിയോ നിലത്ത് വിരിച്ച് അഭിമാനത്തോടുകൂടി നിർഭയരായി നമസ്കരിക്കുന്ന സത്യവിശ്വാസികളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം, എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇസ്ലാം മുന്നേറുക തന്നെ ചെയ്യുമെന്ന്. ആൺകുട്ടിക്ക് പെൺകുട്ടികളിൽ ഗേൾ ഫ്രണ്ട്സ് ഇല്ലയെങ്കിലും, പെൺകുട്ടികൾക്ക് ബോയ് ഫ്രണ്ട്സ് ഇല്ലയെങ്കിലും, അർദ്ധരാത്രി വരെ അവർ ഡേറ്റിങ്ങിൽ പുറത്തു പോകുന്നില്ല എങ്കിൽ, അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളും ലൈംഗിക ചിത്രങ്ങളും മദ്യശാലകളും ചൂതാട്ട കേന്ദ്രങ്ങളും ഭൗതിക ലോകത്തേക്ക് മാടി വിളിക്കുമ്പോഴും ഈ ഭൗതിക പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് അനുസൃതമായിട്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് അഭിമാനത്തോടെ പ്രഖ്യാപിക്കാം, എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇസ്ലാം മുന്നേറുക തന്നെ ചെയ്യുമെന്ന്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് കേരളത്തിൽ. പല കാര്യങ്ങളും അവർ മുസ്ലിങ്ങളുടെ അടുത്ത് പോയി പ്രബോധനം നടത്തുന്നുണ്ട്. നാം ഒന്ന് മനസ്സിലാക്കുക, എന്താണ് കേരള നദുവത്തുൽ മുജാഹിദിനെ ഈ പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കുന്നത്? ഗൗരവത്തോടെ നാം ചിന്തിക്കുക. ഖുർആനിക പ്രവാചക കൽപ്പനയ്ക്ക് ഒരു പ്രായോഗികതയുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കേരള നദുവത്തുൽ മുജാഹിദീൻ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. ശിർക്ക് ചെയ്യരുത്, അതിന് നിങ്ങൾ അതിൻ്റെ പ്രതിഫലം, അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഇവിടെ നിങ്ങൾ ദർശിച്ചു. കേരള നദുവത്തുൽ മുജാഹിദീൻ ജനങ്ങളെ ബോധവൽക്കരിച്ചു, സ്ത്രീകൾക്ക് പള്ളിപ്രവേശനം വേണമെന്ന്.
അതിനനുസൃതമായ മാറ്റങ്ങളുണ്ടായി, മസ്ജിദുകളുണ്ടായി. മലയാളത്തിൽ ഖുതുബ നിർവഹിക്കണമെന്നവർ പഠിപ്പിച്ചു. അതിൻ്റെ ജീവിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നാം നമ്മുടെ മുൻപിൽ കാണുന്നുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് അവർ നമ്മെ പഠിപ്പിച്ചു. അതിൻ്റെ ഗുണങ്ങളും നാം അനുഭവിക്കുകയാണ്. മറിച്ച് ഇബാദത്തിന് അനുസരണം നൽകിയെന്ന വ്യാഖ്യാനവുമായി വന്നവർക്ക് എവിടെ നിൽക്കുന്നുവെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഇതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, സത്യം സത്യമായി മനസ്സിലാക്കിക്കൊണ്ട്, എതിർക്കേണ്ട പ്രസ്ഥാനങ്ങളെ നിങ്ങൾ എതിർക്കുകയും അവർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നില്ല എങ്കിൽ നാം അള്ളാഹുവിനെ അംഗീകരിക്കുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ മതേതര ഭാരതത്തിൽ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ആവർത്തിക്കുന്നു, ഈ മതേതര ഭാരതത്തിൽ മുസ്ലിങ്ങളായ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് ചിന്തിച്ചിട്ടുണ്ടോ? മുസ്ലിങ്ങളായി ജീവിച്ചാൽ മതി. അള്ളാഹുവിനെ ആരാധിച്ചതുകൊണ്ടോ, മസ്ജിദുകളിൽ പോയതുകൊണ്ടോ, സക്കാത്ത് നൽകിയതുകൊണ്ടോ, ഹജ്ജ് കർമ്മം ചെയ്തതുകൊണ്ടോ, ഇസ്ലാമിക പ്രബോധനം നടത്തിയതുകൊണ്ടോ ഇവിടുത്തെ ഗവൺമെന്റിന് നമ്മെ കൊണ്ടൊരു തലവേദനയുണ്ടാകില്ല. ഇതര സമുദായ വിഭാഗങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. നിരപരാധികളെ വധിക്കാത്ത, വഞ്ചിക്കാത്ത, വ്യഭിചരിക്കാത്ത, സ്വവർഗരതിയിൽ ഏർപ്പെടാത്ത, അളവ് തൂക്കത്തിൽ വ്യതിയാനം വരുത്താത്ത, കൃത്രിമക്ഷാമം ഉണ്ടാക്കാത്ത, സ്ത്രീകളെ പീഡിപ്പിക്കാത്ത, സ്ത്രീകളെ സംബന്ധിച്ച് പരദൂഷണം പറയാത്ത, കരാറുകളിൽ ഏർപ്പെട്ടാൽ പാലിക്കുന്ന, മാതാപിതാക്കളോട് കാരുണ്യത്തോടെ പെരുമാറുന്ന, സന്താനങ്ങളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന, ഭാര്യമാരോട് ഉത്തമമായ രീതിയിൽ പെരുമാറുന്ന, അനാഥകളെ സംരക്ഷിക്കുന്ന, അഗതികളെ സഹായിക്കുന്ന, വീടില്ലാത്തവന് വീടുണ്ടാക്കി കൊടുക്കുന്ന, കഷ്ടപ്പെടുന്ന രോഗികൾക്ക് മരുന്ന് നൽകുന്ന ഒരു പൗരൻ എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തിന്റെയും സ്വപ്നമാണ്, സങ്കല്പമാണ്, ആഗ്രഹമാണ്, അഭിലാഷമാണ്. ഏതൊരു പിതാവും അങ്ങനെ ഒരു സന്താനം ഉണ്ടാകുവാൻ ഹൃദയം നൊന്ത് കൊതിക്കും. അതാണ് ഇസ്ലാം ഒരു വിശ്വാസിയിൽ നിന്നും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ നാം അംഗീകരിക്കുന്നുവെങ്കിൽ അതേപോലെ ജീവിക്കുവാൻ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ നാം പരിശ്രമിക്കുക. അങ്ങനെ നാം ജീവിച്ചാൽ നാം ജീവിക്കുന്ന ഈ മതേതര ഭാരതത്തിൽ, ഒരുപാട് അവകാശങ്ങൾ നമുക്ക് നൽകുന്ന മതേതര ഭാരതത്തിലെ നല്ല പൗരന്മാരായിട്ട് എനിക്കും നിങ്ങൾക്കും തീരുവാൻ കഴിയും. അതിന് ശ്രമിക്കണമെന്ന് എന്നോടും പിന്നീട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടും ഈ MSMന്റെ അവരുടെ സമ്മേളനത്തിനുള്ള എല്ലാ പരിപാടികളിലും നിങ്ങൾ ആത്മാർത്ഥമായി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ ഒരു അവസരം നൽകിയ പ്രപഞ്ചനാഥനായ സൃഷ്ടാവിന് നന്ദി പറഞ്ഞു, എന്നെ ക്ഷണിച്ച ഭാരവാഹികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ ഹീനാ അലൽ കിതാബി വസ്സുന്ന വമിത്നാ മൽ ഈമാനി വത്തൗബ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.